ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് സ്ട്രെയിറ്റ് റിബൺ സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൂചി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ബോഡ്കിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റഭാഗം ഉരുണ്ടിട്ടാണ് ഇരിക്കുക. സാധാരണ സൂചിയുടെ പോലെ പോയിൻറ്റഡ് ആയിരിക്കില്ല കേട്ടോ. ഇതിന് കുറച്ചും കൂടി നീട്ടമുള്ളതുകൊണ്ട് നീട്ടം കുറഞ്ഞ ടൈപ്പും ഉണ്ട് കേട്ടോ സൂചിക്ക്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളിന് വലിപ്പം കൂടുതലായിരിക്കും. 1/4 ഇഞ്ചിൻ്റെ റിബൺ ഇട്ടിട്ടാണ് നമ്മളിവിടെ ചെയ്യണേ കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു ഗ്രീൻ കളറിൽ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് 1/4 ഇഞ്ചിൻ്റെ. എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അറ്റത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർത്തെടുക്കണം കേട്ടോ. സൂചിയുടെ ഉള്ളിൽ കൂടെ കോർത്തെടുത്തതിന് ശേഷം സൂചിയുടെ അറ്റഭാഗം ഉപയോഗിച്ച് ഒന്നും കൂടി സൂചിനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് സെൻറ്റർ ഭാഗത്തേക്കിട്ട്. അത് ആ ഫ്രണ്ട് ഭാഗത്താണ് കുത്തി കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്തിട്ടൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ അനങ്ങാണ്ടിരുന്നോളൂ. ഒന്ന് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഫിറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. പിന്നെ ആ സൂചിയിൽ നിന്ന് അത് ഊരിപ്പോരില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വച്ച് സെറ്റ് ചെയ്ത് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നൂലൊക്കെ ഇട്ട് പൊന്തിക്കണ പോലെ ഇത് പൊന്തിക്കാൻ പറ്റില്ല കേട്ടോ, കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിബണിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ നമ്മൾ റിബൺ കട്ട് ചെയ്യണുണ്ടോ അവിടെയൊക്കെ ഉരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ നൂലുകളായിട്ട് പിരിഞ്ഞ് അഴിഞ്ഞ് പോരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നല്ല വശം വരുന്ന രീതിയിൽ കുത്തി കൊടുക്കുക രണ്ടാമത്തെ സൂചി ഇറക്കി കൊടുക്കുന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മളിങ്ങനെ പിരിഞ്ഞു പോവാണ്ട് നോക്കുക. അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഉദ്ദേശം. പിരിയാതെ കറക്റ്റായിട്ട് നേരെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. അങ്ങനെ ഓരോന്നും കറക്റ്റായിട്ട് വെച്ച് നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അറ്റത്ത് നമ്മൾ സൂചി ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പൂവിൻ്റെ ചിത്രണം വരച്ചാൽ കേട്ടോ. തണ്ടോടും ഇലകളോടും കൂടിയിട്ടുള്ള പൂവാണ്. അപ്പോൾ അതിൻ്റെ തണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം അതിനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ തണ്ടുകളായിട്ട് വരും. എന്നിട്ട് നമുക്ക് എവിടെയാണോ അവസാനിപ്പിക്കേണ്ടത് അവിടെയും വരെ നമ്മൾ പിരിച്ചു കൊടുത്തിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കുത്തനോടത്ത് വെച്ചിട്ട് കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. സൂചി ഒന്ന് പൊന്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുത്തിയിട്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം. അപ്പോൾ എത്രയും നമുക്ക് പിരിച്ചിൽ വേണം എന്നുള്ളത് നോക്കാം. അതിനുശേഷം എവിടെ വരെ വേണമെന്ന് വെച്ചാൽ അവിടെ ഒന്ന് കുത്തി ഉറപ്പിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ലീഫ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റിബൺ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യണില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിബണിനകത്ത് സൂചി ഉള്ളത് കൊണ്ട് കുത്തിയെടുക്കുമ്പോൾ ഇത്തിരി പാടായിരിക്കും മുകളിലേക്ക് പൊന്തിച്ച് എടുക്കുമ്പോൾ. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് വലിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് വേണം പൊന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൂക്കളുടെ അറ്റഭാഗം വരുന്ന ഭാഗവും ഇതുപോലെ തന്നെ 3 എണ്ണമായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൂക്കൾ തുന്നിയെടുക്കുക. പൂക്കൾ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് 2 റൗണ്ടുകളായിട്ടാണ് വരച്ചാണ് കേട്ടോ. അപ്പോൾ അറ്റത്ത് നിന്ന് നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഉള്ളിലത്തെ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തു. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയും കേട്ടോ. വളരെ സിമ്പിളാണ്. അതിനുശേഷം ആ ചെറിയ റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. സാധാരണ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുമ്പൊക്കെ. അപ്പോൾ അത് നമ്മൾ റിബണിൽ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ പൂക്കളും കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പൂക്കൾ വരുന്നിടത്ത് ചെറുതായിട്ട് ഓരോരോ ഇതളുകളുടെ വലിപ്പം കൂട്ടിയും കുറച്ചും എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിബണിൻ്റെ നല്ല വശം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചുളിയാതെ റിബൺ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എല്ലാ പൂക്കളും ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് സ്ട്രെയിറ്റ് റിബൺ സ്റ്റിച്ച് കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ദേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 വലിയ പൂക്കളും ചെറിയ 4 പൂക്കളും 3 ഇലകളും തണ്ടുകളോട് കൂടിയിട്ടുള്ളൊരു പൂക്കളാണ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.